വ്യത്യസ്തമാർന്ന ഒരു ശബരിമല യാത്രയാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്നത്. ദേശീയ കായിക താരവും ദീർഘദൂര ഓട്ടക്കാരനും ലിംഗാബുക്ക് ജേതാവുമായ ബാഹുലയനാണ് ഇവിടെ നിന്ന് ഇന്ന് ശബരിമല യാത്ര തിരിക്കുന്നത്. ഈ യാത്രയ്ക്ക് വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇരുമുടിക്കെട്ടുമായി ബാഹുലയൻ ഓടുകയാണ് ചെയ്തത്. ഓടി സന്നിധാനത്ത് വരെ തീർച്ചയായിട്ടും ഓടിയാണ് അദ്ദേഹം അയ്യൻ്റെ അനുഗ്രഹം വാങ്ങാനായി യാത്ര തിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് തന്നെ ബാഹുലയൻ ശബരിമല സന്നിധാനത്ത് എത്തുമെന്നാണ് പറയുന്നത്. ബാക്കി ദൃശ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ശബരിമലയിൽ ഈ വർഷം 2 ദിവസം കൊണ്ട് ഓടാനാണ് ഉദ്ദേശം. 200 കിലോമീറ്റർ ഉണ്ട്. നെയ്യാറ്റിൻകര കിഷൻകോവിലിൽ നിന്നും പമ്പ വരെ ഓടാനാണ് ഉദ്ദേശം. ഉറക്കമൊന്നുമില്ല. ഈ 2 ദിവസം ഉള്ളിൽ ഓടിയാൽ 200 കിലോമീറ്റർ എത്തും. പിന്നെ സമാധാന സന്ദേശവുമായിട്ടാണ് ഓടാൻ തീരുമാനിച്ചത്. അടിയും വഴക്കുമൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു. ഇനി അതൊന്നും പാടില്ല. കൊറോണ വരാതിരിക്കാനും പിന്നെ ജനങ്ങൾക്ക് ശാന്തി കൊടുക്കാനും വേണ്ടിയാണ് ഓടുന്നത്. 2 ദിവസം കൊണ്ട് ഓടാനാണ്. സംസ്ഥാന ദേശീയ മത്സരങ്ങൾ നിരവധി മെഡൽ നേടിയിട്ടുണ്ട്. 11 തവണയാണ് ശബരിമലയിലേക്ക് ഓടുന്നത്. ഈ നെയ്യാറ്റിൻകര കിഷൻകോവിലിൽ നിന്നാണ് ഓടുന്നത്. 2 ദിവസം കൊണ്ട് ഓടാനാണ് ഉദ്ദേശം. ഈ ബാഹുലയൻ ഇത് 11ാമത്തെ വർഷമാണ് ശബരിമലയിലേക്ക് ഓടുന്നത്. എല്ലാ വർഷവും മുടങ്ങാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുകെട്ടി ശബരിമലയിലേക്ക് ദീർഘദൂരം ഓടുകയാണ്. അദ്ദേഹത്തിന് കൂട്ടായി വേറെ വിനു എന്ന് പറയുന്ന ഒരാളും ഓടുന്നുണ്ട്. ശബരിമലയിലേക്ക് ഓടുന്ന ബാഹുലയനെ അല്ലെങ്കിൽ ഇത്രയും ദീർഘദൂര ഓട്ടക്കാരനെ കായിക പ്രേമികൾ ഏറെ, നെയ്യാറ്റിൻകരയുടെ കായിക പ്രേമികൾ ഏറെ സ്നേഹിക്കുന്ന ബാഹുലയനെ ഇത്തരത്തിൽ ഒരു ഓട്ടക്കാരനെ സർക്കാർ വേണ്ട വിധേന പരിഗണന നൽകുന്നില്ല എന്ന ദുഃഖവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ വർഷമെങ്കിലും ഈ ശബരിമല യാത്ര കഴിഞ്ഞ് വരുമ്പോഴെങ്കിലും ഒരു നല്ലൊരു സർക്കാർ ജോലി, സ്ഥിരമായ ഒരു ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അയ്യപ്പൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം നെയ്യാറ്റിൻകര താലൂക്ക് യൂണിയൻ സെക്രട്ടറിയാണ്. എൻ്റെ ഒരു പ്രവീൺ എന്നാണ്. പാറശാലയിൽ നിന്നും 200 കിലോമീറ്റർ ഓടി ശബരിമലയിലേക്ക് എത്തുന്നു. 200 കിലോമീറ്റർ 2 ദിവസം കൊണ്ടോടും. ബാഹുലയനും സുഹൃത്തുമാണ് ഈ സാഹസികം എന്ന് പറയാവുന്ന ശബരിമല യാത്രയ്ക്ക് തിരുവനന്തപുരം പാറശാലയിൽ നിന്നും പുറപ്പെട്ടത്. ഉറക്കമില്ല, ആഹാരം മിതമായി മാത്രം. ആഹാരം കഴിക്കാനും ജലപാനത്തിനും ചെറിയൊരു സമയം വിശ്രമിക്കും. തുടർന്ന് 2 പകലും 2 രാത്രിയും ഓട്ടം തന്നെ. അയ്യപ്പ വിശ്വാസത്തിന്റെ തീഷ്ണതയും കഠിനമായ വ്രതവുമാണ് ഇതിനു പിന്നിൽ. സാധാരണ ഭക്തർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഈ ദർശനവിശേഷം ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് ഇടയിലും വലിയ വാർത്തയാണ്. ദേശീയ കായിക താരവും ദീർഘദൂര ഓട്ടക്കാരനുമാണ് ബാഹുലയൻ. അയ്യപ്പനോട് പറയാനുള്ളത് ഈ ഓട്ടത്തിലുടനീളം ഒരു നല്ല ജോലി കിട്ടാനാണ്. ബാഹുലയനെ യാത്രയാക്കാൻ പാറശാലയിലെ ക്ഷേത്രവളപ്പിൽ ബന്ധുക്കളും കുടുംബക്കാരും നാട്ടുകാരും എല്ലാം എത്തിയിരുന്നു. ശബരിമലയിലേക്കുള്ള 200 കിലോമീറ്റർ ഓട്ടം കയ്യും വീശി പോകാനുമാകില്ല. ഇരുമുടിക്കെട്ടിൽ ഒരു കൈത്താങ് വേണം. മറ്റൊരു കൈയിൽ അവശ്യ വസ്തുക്കളും ഉണ്ടാകും. അയ്യപ്പനെ കാണാൻ ഓടിയെത്തുന്ന ഈ അസാധാരണ ഭക്തന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നെയ്യാറ്റിൻകര നഗരസഭ ചെയർമാൻ രാജ്മോഹനൻ പൊന്നാട അണിയിച്ച് യാത്രയാക്കി. അമ്മ ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് നൽകി അനുഗ്രഹിച്ചു. കൗൺസിലർ പ്രവീൺ, SK ജയകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ശബരിമലയിൽ 200 കിലോമീറ്റർ 2 ദിവസം കൊണ്ട് ഓടാനാണ് ഉദ്ദേശം. നെയ്യാറ്റിൻകര കിഷൻകോവിലിന് കെട്ടും കെട്ടിയാണ് ഓടുന്നത്. പമ്പ വരെ ഓടാനാണ് ഉദ്ദേശം. 2 ദിവസം കൊണ്ട് ഓടാനാണ് ഉദ്ദേശം. സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ നിരവധി മെഡൽ നേടിയിട്ടുണ്ട്. 11 തവണയാണ് ശബരിമലയിലേക്ക് ഓടുന്നത്. മാലയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉന്മേഷമാണ്. അത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കണ്ണീര് വന്നുകൊണ്ടിരിക്കും. പഴയ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശബരിമലയ്ക്ക് 5 ദിവസം കിടക്കുക പഴയ ഗാനം കേൾക്കുമ്പോൾ കണ്ണീര് വന്നുകൊണ്ടിരിക്കും. എന്നാലും ഓടുമ്പോൾ മനുഷ്യനെ കൊണ്ട് ഇത്രയും കിലോമീറ്റർ 2 ദിവസം കൊണ്ട് ഓടാനൊന്നും പറ്റില്ല. നേരത്തെ ആദ്യം ഓടിയ ധനുച്ചരം ആരിക്കുളങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് 1.5 ദിവസം കൊണ്ടാണ് ശബരിമല 2002 ഓടിയത്. ഇപ്പം 11 തവണയാണ് കിഷൻകോവിലിന് ഓടുന്നത്.